അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മെഗാ ലക്കി ഡ്രോ, പാണ്ടിക്കാട് കുഞ്ഞാന്റെ മാത്രം മെഗാ ലക്കി ഡ്രോ അല്ല, KL ബിജു, മുകേഷൻ നായരും, പിന്നെ ഇന്നലെ പാണ്ടിക്കാട് കുഞ്ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ഓരെല്ലാവർക്കും ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിൽ കൂടിയ റെസ്പോൺസിബിലിറ്റി പാണ്ടിക്കാട് കുഞ്ഞാനുണ്ട്. അപ്പോൾ കുഞ്ഞാൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. കുഞ്ഞാനെ ഞാൻ ഇന്നും മലപ്പുറത്തുനിന്ന് കണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കുഞ്ഞാൻ ഇതിൽ പങ്കില്ലാണ്. പക്ഷേ എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാനോടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വീഡിയോയിലും പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിൽ ഈ കൂപ്പൺ എടുത്ത ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പുറത്തു വരും. ഞാനിതിന് കൂപ്പൺ എടുക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പോയി കേസ് കൊടുത്താലോ അല്ലെങ്കിൽ ഞാൻ പോയി ചെയ്താലോ ഇത് നിൽക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ശ്രീജിത്ത് പെരുമനേൻ്റെ ഒരു പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ കേസ് കൊടുക്കാൻ താല്പര്യമുള്ളവർ ശ്രീജിത്ത് പെരുമനേനെ ആ നമ്പറിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആ മെയിൽ IDക്കോ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂപ്പൺ എടുത്തവരാണെന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് പെരുമനെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ശ്രീജിത്ത് പെരുമന അവിടെ എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് പാണ്ടിക്കാട് എന്ന സമാന്തര ലോട്ടറി വകുപ്പിൻ്റെ ലോട്ടറികൾ എടുത്ത് പറ്റിക്കപ്പെട്ടു എന്ന് സംശയമോ സന്ദേഹമോ പരാതിയോ ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അതിൽ പരാതിപ്പെടാനുള്ളവർക്ക് എല്ലാവിധ നിയമസഹായങ്ങളും നൽകുന്നതാണെന്ന് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ലോട്ടറീൻ്റെ സ്ലിപ്പ് തെളിവുകളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോട്ടറി എടുക്കാത്ത ഒരാളാണ്, ഈ ഒരു കൂപ്പൺ എടുക്കാത്ത ഒരാളായതുകൊണ്ടാണ് എനിക്കിതിൽ കേസോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റാത്തത്. സോ ആരെങ്കിലും കേസ് കൊടുത്ത വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇന്ന ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഇന്ന സ്ഥലത്ത്. ഇത് കേസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ കേസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? കാരണം ഇത് നടന്നത് കർണാടകയിലാണ്. സോ അത് എന്താണ് അതിൻ്റെ നിയമവശം എന്നുള്ളത് നിങ്ങളൊരു വക്കീലിനോട് ചോദിച്ചതിന് ശേഷം മാത്രം കേസ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ശ്രീജിത്ത് പെരുമനെ എന്ത് ചെയ്യുക, വിളിക്കുകയാണെങ്കിൽ അയാളും ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത്. സോ അതും നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക, കൂപ്പൺ എടുത്തവർ. ഓക്കെ, ഇനി പറയാനുള്ളത്, കുഞ്ഞാനായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചപ്പോഴും കുഞ്ഞാൻ പറഞ്ഞത്, കുഞ്ഞാൻ ഇതിലൊന്നും അറിവില്ല. കുഞ്ഞാൻ അവിടുന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, ആ പൈസ മേടിച്ചതിനുള്ള വീഡിയോ അവിടെ പോയി ചെയ്തിട്ടുണ്ട്. ഇതാണ് കുഞ്ഞാൻ്റെ വേർഷൻ. അല്ലാതെ അതിൻ്റെ പിന്നിൽ എന്ത് തരത്തിലുള്ള തട്ടിപ്പോ വെട്ടിപ്പോ നടന്നാലും കുഞ്ഞാൻ അതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ കുഞ്ഞാനും കൂടി പറ്റിച്ചാന്നാണ് കുഞ്ഞാൻ എന്നോട് പറഞ്ഞ വേർഷൻ. ഞാനിപ്പോഴും പറയുന്നു, എനിക്കത് വിശ്വാസമാവുന്നില്ല. 100% എനിക്കത് വിശ്വാസമാവുന്നില്ല. ഞാൻ കുഞ്ഞാനോടും പറഞ്ഞതാണ്, എൻ്റെ മനസ്സിലും അതന്നെയുള്ളത്. എനിക്കത് വിശ്വാസമാണ്. കാരണമുണ്ട് ഇതിന്. ഓക്കെ, വ്യക്തമായ കാരണങ്ങളുണ്ട് ഇതിൽ. ഞാൻ പറയുന്ന ആദ്യത്തെ കാരണം പറയാം, എല്ലാവരും സാപ്പീൻ്റെ കാര്യമാണ് പറയുന്നത്. സാപ്പി കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് പടച്ചവനെയും വിളിച്ച് കയ്യും കൊടുത്ത് പോയി. സാപ്പീനെ ഒരു സൈഡിൽ നിങ്ങൾ വയ്ക്കി. സാപ്പി സംശയത്തിലാണ്, സാപ്പി ഒരു സൈഡിൽ. ഇതല്ലാതെ രണ്ടാമത് ജിമിനി. ഓക്കെ, വീടല്ലാതെ ജിമിനി. രണ്ടാമത്തെ വലിയ സമ്മാനം ജിമിനിയാണല്ലോ, ആരുതി ജിമിനി. ജിമിനിക്ക് ഇതിലും വലിയ പ്രൊമോഷൻ കിട്ടും എനിക്ക് തോന്നുന്നു കേരളത്തിൽ. അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ഇടിവാണ്. 10 വട്ടം ജിമിനീൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇനി ജിമിനി എന്തോന്ന് അറിയില്ല. എന്തായാലും ജിമിനി കിട്ടിയ ഒരാളുടെ നറുക്കെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട്. ആ വീഡിയോ അവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. ജിമ്മി ജാസിർ ബാംഗ്ലൂർ. ഏത് ജാസിർ ബാംഗ്ലൂർ? ജാസിർ ബാംഗ്ലൂർ. ജാസിർ കുട്ടിയോട് വേണ്ട, കുട്ടികൾക്ക് കൈ ക്യാമറ തീക്കന്നെ കാട്ടിട്ടോ. ആൾക്കാർ നാളെ നമ്മൾ ഇതാക്കിന്നില്ല വർത്താനം. ഒരു ഗ്യാപ്പ് വരുമോ? കിട്ടില്ല, മൊത്തത്തിൽ കിട്ടില്ല. ഒന്ന് ബാക്ക്. ഹലോ, ജാസിർ ബാംഗ്ലൂരാണോ? പിന്നെ നാസർ ഖാന്റെ അവിടെ ഇതെടുത്തീന്നോ, ടിക്കറ്റ് എടുത്തീന്നോ? അപ്പൊ ഞമ്മക്ക് വല്ലതും തരുമോ? അടിച്ചാല് ഞമ്മക്ക് വല്ലതും തരുമോ? ജിന്നി ഇങ്ങക്കാണ് അടിച്ചിക്കണ്. വണ്ടി ഉണ്ടോ? വണ്ടി ഉണ്ടോ?
വണ്ടിയില്ലേ സ്കൂട്ടർ അല്ലത്. എന്നാ ഇനി പെണ്ണുങ്ങളെയും കുട്ടികളായിട്ടൊക്കെ എന്ത് കാട്ടറിയോ? പിന്നെ ജിമ്മിയിൽ ഒരു കറക്കം കറങ്ങി നേരെ പാണ്ടിക്കാട്ട് കയറി ഞമ്മക്ക് എന്തായാലും ചെലവ് ചെയ്തോളി. ഓക്കെ എന്നാ ഓക്കെ. അപ്പൊ ഇതാണ് ജിമിനി നറുക്കെടുത്തതിന്റെ വിഷ്വൽ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. ഈ ജിമിനി നറുക്കെടുത്ത വിഷ്വലിനകത്ത് കുഞ്ഞാൻ പാണ്ടിക്കാട് എങ്ങനെയാണോ ആദ്യ വട്ടം മറ്റേ സാപ്പീന്റെ നറുക്കെടുത്തത്, ഏകദേശം അതേ മോഡല് നറുക്കെടുപ്പിന് കൈയിടലാണ് ആര് നടത്തിയിട്ടുള്ളത്? ഈ നാസർ ഭായി നടത്തിയിട്ടുള്ളത്. ഓക്കെ, അയാൾ കൈയിട്ട സ്ഥലവും അയാൾ കൈയിട്ട രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏറെക്കുറെ നല്ല ഈച്ചക്കോപ്പിയാണ്. കുഞ്ഞാനിട്ട അതേപോലെ തന്നെ അടിയിക്ക് കൈയിടണു, ഒരു സൈഡ് പോണു, സാധനം എടുത്തിട്ട് വരുന്നു. സംശയിക്കാം. ഒന്ന് അടുത്തെൻ്റെ സംശയം, ഇതിൽ എല്ലാവരുടെ കൂപ്പണും ഇവർ ക്യാമറയിൽ കാണിച്ചിട്ടുണ്ട്. ഈ സാപ്പിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ നമ്പർ കാണിക്കുന്ന സമയത്ത് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത്. ഈ നമ്പറും ലൗഡ് സ്പീക്കറിട്ട് വർത്താനം പറയുമ്പോൾ ഈ വ്യക്തിൻ്റെ ശബ്ദവും മനസ്സിലാവുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. മനസ്സിലായോ? മൊബൈൽ നമ്പർ കണ്ടു കഴിഞ്ഞിട്ട് ഈ പേര് പിന്നെ ഈ ശബ്ദം ഇതൊക്കെ കൂട്ടി വായിക്കാൻ ഇവിടെ നാട്ടുകാരുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത് ഇതൊക്കെ പോലീസിൻ്റെ പണിയാണ്. പോലീസ് അന്വേഷിക്കണം. കേസ് കൊടുത്താൽ ഇത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അത് ഞാൻ ഇപ്പോൾ പറയും, കാരണം നിയമപരമായിട്ട് നമുക്ക് ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ഇതിങ്ങനെയാണെന്നൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ തുറന്നു പറയാൻ പറ്റില്ല. കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് അന്വേഷിച്ചാൽ കിട്ടും. ഞാൻ തുറന്നു പറയുന്നത് കിട്ടും എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ ജിമിനിക്ക് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് എടുത്തിട്ട് ഈ ജാസിർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ നറുക്കാണ് കിട്ടിയത്. ക്യാമറയിൽ കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാണിക്കുന്നു. നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്തു എന്ന് ആരും പറയരുത്. ഓൾറെഡി ഈ പറഞ്ഞ കൂപ്പൺ പൊക്കി പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ നമ്പർ പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോയിൽ ഒരാളുടെ നമ്പർ ഇവർ തന്നെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ജാസിർ ബാംഗ്ലൂരിൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് 9605467257 എന്ന് പറഞ്ഞ നമ്പർ ഇവർ തന്നെയാണ് പബ്ലിക്കിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജാസിർ ബാംഗ്ലൂരായിട്ട് ഓന് വല്ല തൊടി തൂറിയ കണക്ഷൻ ഉണ്ടാവും എന്നല്ലാതെ വയനാട്ടുകാരനാണ്. ഓനും വയനാട്ടുകാരനാണ്. ഓക്കെ, അവനും വയനാട്ടുകാരനാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികളിൽ ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഈ ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ജാസിർ മുഹമ്മദ് വയനാട്ടുകാരൻ, ഇവന് മാനന്തവാടി, എക്സാക്റ്റ് സ്ഥലം ഞാൻ പിന്നെ പറയാം, അതൊക്കെ പുറത്ത് വരും. ഇവന് ഈ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നല്ല കണക്ഷൻ എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ആദ്യ സമ്മാനം വീട് കിട്ടിയ ആള് വീട്ടിൽ വന്നിട്ട് പടച്ചോനെയും വിളിച്ച് റബ്ബിനെയും വിളിച്ച് കയ്യും കൊടുത്ത് ദുആ നേർന്ന് പോയി. ജിമിനി അടിച്ചോൻ വരുമ്പോൾ ഒരു ഫോട്ടോ വീഡിയോ ഇടൂ. അങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ ഇട്ടാൽ ഈ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളുമായിട്ടുള്ള ആ വ്യക്തിയുടെ കണക്ഷൻ പുറത്ത് ചാടും. അതും കൂടിയാണ് ചാടിയുണ്ടല്ലോ. ഈ കംപ്ലീറ്റ് പരിപാടീൻ്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലാവും. ഓക്കെ, അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. ഞാൻ കുഞ്ഞാനോടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞാനെ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കുഞ്ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുക്കണം. സംഗതി കുഞ്ഞാൻ പൈസ മേടിച്ച് ചെയ്ത പരിപാടിയാണ്. പക്ഷേ പൈസ മേടിച്ച് ചെയ്ത പരിപാടിയിൽ കുഞ്ഞാനി ഇവർ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൂട്ടങ്ങൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെതിരെ ആര് കേസ് കൊടുക്കണം? കുഞ്ഞാൻ കേസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കുഞ്ഞാൻ എന്താണെങ്കിലും എക്സ്പ്ലനേഷൻ വീഡിയോ ഇന്നലെ ഇട്ട സമയത്ത് വയനാട്ടിൽ പോകുന്നു, ആർക്ക് വേണമെങ്കിലും ഒപ്പം പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. പോകാൻ താല്പര്യമുള്ളവർക്ക് ഒപ്പം പോവാം. അവനാൻ്റെ സമയവും അവനാൻ്റെ ഇതൊക്കെ കളഞ്ഞ് പോകാൻ താല്പര്യമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ താല്പര്യം എനിക്ക് ഏകദേശം ഏറെക്കുറെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇതിൽ എനിക്കിതിനകത്ത് ഉടായ്പ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ആരൊക്കെ ചെയ്തു എന്നുള്ളതിലാണ് ഇനി വ്യക്തത കിട്ടുന്നത്. അതൊരു പോലീസ് കേസായാൽ കിട്ടും. നമ്മൾ വയനാട്ടിക്കോ നമ്മൾ കൂർഗിക്കോ പോയി കഴിഞ്ഞാൽ ഇതിൽ വേറെ വിഷയമുണ്ട്. ഇവരൊക്കെ നല്ല ടീമാണ്. പോണോടത്ത് നമ്മൾ ചിലപ്പോൾ ലോക്കാവും. ഏത് അങ്ങനത്തെ ഒക്കെ സീനുകളുണ്ട്. പിന്നെ എല്ലാവരും ആരാണ്? മീശമാധവനാണ്. കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല, ബുള്ളറ്റും പോയിട്ടില്ല, വീടും പോയിട്ടില്ല, ജിമിനിയും പോയിട്ടില്ല. ഒക്കെ ചേക്കിൽ സേഫാണ്. മാധവൻ നല്ല കള്ളനാ, പഠിച്ച കള്ളനാ. അപ്പം ആ സ്കീമും ഉണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് കൂപ്പൺ എടുത്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇതിൽ കേസിന് പോവാം. ഫൈൻ. കാരണം നിങ്ങളെ 1000 റുപ്യയും
നിങ്ങൾ അധ്വാനമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 1000 റുപ്യ പറഞ്ഞാൽ ചെറിയ പൈസയില്ല, 1 റുപ്യയും ചെറിയ പൈസയില്ല. ഓക്കെ, അത് കണ്ടവന് കട്ടിട്ടും മുടിച്ചിട്ടും പറ്റിച്ചിട്ടും തിന്നാൻ ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളിപ്പോൾ ചെയ്താൽ നാളെ ഇതേപോലുള്ള ഉടായ്പകൾ നടക്കാതിരിക്കും. ഒരു മനുഷ്യനെ സഹായിക്കാനോ വേറെ വല്ല വിഷയത്തിനോ നടന്നോട്ടെ, അതുപോലത്തെ ന്യൂസ് ചാനലുകളടക്കം പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഒരു മാനുഷിക പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നതാണോട്ടെ, എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ അതിനും എതിരാണ്. പക്ഷേ ആ ഒരു ആംഗിളിൽ എടുത്ത് നടക്കുന്നവർക്ക് നടത്താതിരിക്കുക, ഇനി അതിൽ കേസ് വരാതിരിക്കുക, അതൊക്കെ അവരുടെ തലയിൽ വന്നിരിക്കുന്ന പരിപാടിയാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നടത്താൻ റെഡിയല്ല. ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ സപ്പോർട്ടും ചെയ്യില്ല. ഓക്കെ, കാരണം ഒരാളെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ പോലും ഇങ്ങനത്തെ പരിപാടി കാണിച്ചാൽ നാളെ നമ്മുടെ തലയിൽ വള്ളിയാണ് മക്കളെ. നിയമപരമായിട്ട് ഇല്ലീഗലായിട്ട് നിയമത്തിന് വെല്ലുവിളിച്ചുള്ള ഒരു പരിപാടിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റെഡിയല്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യുക, അതിൻ്റെ വള്ളി ഓടിച്ച് വെക്കാം, ഫൈൻ. പക്ഷേ ഉടായിപ്പന്മാർ ഇപ്പോൾ ഒരു കേസായിട്ട് ഇതിൽ പോയാൽ കുറേ ഉടായിപ്പ് അങ്ങനത്തെ കുറേ എണ്ണങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പം ഈ കേസാണെങ്കിലും ഇതിലെ നെല്ലും പതിരും തിരിയൂലോ അല്ലേ, നെല്ലും പതിരും തിരിയും. അപ്പോൾ കുഞ്ഞാൻ പറയുന്ന വേർഷനിൽ കുഞ്ഞാനാണ് ഇതിനകത്ത്, കുഞ്ഞാനെ പറ്റിച്ചു തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞാൻ കേസ് കൊടുക്കുക. കുഞ്ഞാൻ ഈ ലോട്ടറി എടുത്ത കുഞ്ഞാൻ അറിയുണ്ടാവുമല്ലോ ഇതിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ അത്യാവശ്യം കൂപ്പൺ എടുത്ത ആൾക്കാർ കുഞ്ഞാൻ്റെ വീഡിയോ കണ്ടിട്ടെന്നുള്ളത്. അവർക്ക് കുഞ്ഞാനും കൂടി പോയിട്ട് എന്തെങ്കിലും കേസ് കൊടുക്കാം. KL ബിജുവിനും മുകേഷ് നായർക്കും പോയിട്ട് കേസ് കൊടുക്കാം. അവരെ വീഡിയോ കണ്ടിട്ട് കൂപ്പൺ എടുത്ത ആളുകൾ അവർക്ക് മെസ്സേജ് അയക്കി, എന്നിട്ട് അവരോട് പറ, നിങ്ങൾക്ക് വേണ്ടി ഓരോട് കേസ് കൊടുക്കാൻ പറ, കേസ് തെളിയട്ടെ, അന്വേഷണം നടക്കട്ടെ. കേസ് തെളിഞ്ഞതിന് ശേഷം ബാക്കി നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല. രണ്ടാമത്തെ ജിമിനിയുടെ ജാസിർ മുഹമ്മദ് അതേ ജാസിർ മുഹമ്മദിനെ നിങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ വേറെ ജാസിർ മുഹമ്മദിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ എനിക്കറിയാം. നിങ്ങൾ ജാസിർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊണ്ടുവന്നാലും എനിക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഈ ഫോൺ വിളിച്ച ആ ശബ്ദത്തിലുള്ള ആ ജാസിർ മുഹമ്മദിനെ എനിക്കറിയാം, എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം എന്താണെങ്കിലും മക്കളെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താ, ക്രെഡിബിലിറ്റി എന്താ നോക്കിയിട്ട് മാത്രം ചെയ്യുക, ഫൈൻ. അപ്പം എന്താണെങ്കിലും ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ മെഗാ ലക്കി ഡ്രോ തട്ടിപ്പിൽ ഒതുങ്ങുന്ന പരിപാടിയല്ല. ഇത് ചെയ്ത എല്ലാവർക്കും ഈ തട്ടിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങൾ ജനങ്ങൾക്ക് ഉത്തരം പറയാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇതിൽ വീഡിയോ ചെയ്ത ഓരോരുത്തരും എല്ലാവരും ഇറങ്ങി വന്ന് അവരുടെ ക്രെഡിബിലിറ്റി ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അത് ധരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി വന്ന് നിങ്ങൾ കേസ് കൊടുക്കുക. KL ബിജു ആണെങ്കിലും മുകേഷ് നായർ ആണെങ്കിലും എനിക്ക് ഇത്ര ആൾക്കാർ അറിയണോട്ടെ ഓരോ പേര് പറയണം, അല്ലാത്തവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യേ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലേ നാട്ടിന് മുന്നിൽ നാളെ നിങ്ങൾക്ക് വില ഉണ്ടാവുള്ളൂ. കുഞ്ഞാനോടും എനിക്ക് അതാ പറയുള്ളത്. കുഞ്ഞാൻ ചെയ്തിട്ടില്ല, കുഞ്ഞാൻ ഇവർ പറ്റിച്ചാണെന്നുണ്ടെങ്കിൽ ഉടായ്പുണ്ടെന്ന് കുഞ്ഞാനും തോന്നിക്കഴിഞ്ഞാൽ കുഞ്ഞാൻ ഇവർക്ക് വേണ്ടി കേസ് കൊടുക്കുക.